ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 23/11/2013 കൊല്ലം ജില്ലയിലേക്ക് നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നും GK ചോദ്യങ്ങളിൽ ഏതാനും ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ പാർട്ട് 1 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചോദ്യപേപ്പറിലെ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയായി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21A. ഇപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇത് ഭരണഘടനയുടെ വകുപ്പ് ഏതെന്ന് ചോദിക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിളിൻ്റെ മലയാളമാണ് അനുച്ഛേദം അഥവാ വകുപ്പ് എന്നത്. അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ഈ ആർട്ടിക്കിൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 2002 86-ാം ഭേദഗതി. അപ്പോൾ ആർട്ടിക്കിൾ 21A ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി അഥവാ അമെൻമെൻറ്റ് ഏതാണ്? 2002 86-ാം ഭേദഗതി. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന്. 2010 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. മറ്റൊരു ചോദ്യം, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ്? വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് മാത്രമല്ല, പാതിരാമണൽ ദ്വീപും സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൽ തന്നെയാണ്. കൂടാതെ ഇവ രണ്ടും ആലപ്പുഴ ജില്ലയിലുമാണ്. ഈ തണ്ണീർമുക്കം ബണ്ട് വഴി ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഈ പാതിരാമണൽ ദ്വീപ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. തണ്ണീർമുക്കം ബണ്ടും പാതിരാമണൽ ദ്വീപും ഒരു സ്ഥലത്ത് തന്നെയാണ്, വേമ്പനാട്ട് കായലിലാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. മറ്റൊരു ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 എന്തുകൊണ്ടാണ് ഈ സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നത്? 1948 ഡിസംബർ 10 UN പൊതുസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു പോരുന്നത്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയെന്ന് ഒരു ചോദ്യമുണ്ടായിരുന്നു. 20 ലോക്സഭാ മണ്ഡലമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 സംവരണ മണ്ഡലങ്ങളാണ്. ഈ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ആലത്തൂരും മാവേലിക്കര എന്നീ മണ്ഡലങ്ങളാണ് ലോക്സഭാ മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ. കേരളത്തിലെ നിയമസഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിക്കാം. അത് 16. അപ്പോൾ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 16 സംവരണ മണ്ഡലങ്ങളാണ്. ഇതിൽ 14 മണ്ഡലങ്ങൾ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 2 പട്ടിക വർഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ പട്ടിക വർഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന 2 മണ്ഡലങ്ങൾ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ആണ്. മറ്റൊരു ചോദ്യം, തിണാസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് എന്നാണ്? കുറിഞ്ചി എന്നാണ് അതിനുത്തരം. അപ്പോൾ തിണാസങ്കല്പം പ്രകാരം കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി എന്ന പേരിലാണ്. പ്രധാനമായും 5 തിണകളാണ് ഉള്ളത്.
അതിൽ പാലൈ എന്ന് പറയുന്നത് ഈ പാഴ്പ്രദേശങ്ങളെയാണ്. മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടുകളെയായിരുന്നു. കൃഷിഭൂമികൾ മരുതം എന്നും തീരപ്രദേശം നെയ്തൽ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ തിണ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലങ്ങളിലായി പരീക്ഷകളിൽ തിണയെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പർവ്വത പ്രദേശങ്ങളാണ് കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്നത്. പാഴ്പ്രദേശങ്ങൾ പാലൈ എന്നും പുൽമേടുകൾ മുല്ലൈ എന്നും കൃഷിഭൂമികൾ മരുതം എന്നും തീരപ്രദേശങ്ങളാണ് നെയ്തൽ എന്നും അറിയപ്പെട്ടിരുന്നത്. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു. 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. 1996 മാർച്ച് 14. അങ്ങനെയെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. മറ്റൊരു ചോദ്യമായിരുന്നു, ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണെന്ന്. ഏത് രാജ്യക്കാരാണ് കേരളത്തിൽ ചവിട്ട് നാടകം പ്രചരിപ്പിച്ചത്? പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ചവിട്ട് നാടകം കൊണ്ടുവന്നതും ഇവിടെ ആ കല പ്രചരിപ്പിച്ചതും. നിലവിൽ ചവിട്ട് നാടകം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലാണ് ചവിട്ട് നാടകം പ്രചാരത്തിലുള്ളത്. ഈ തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം ചവിട്ട് നാടകമാണ്. ചവിട്ട് നാടകത്തിൻ്റെ മറ്റൊരു പേരാണ് തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്നത്. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്താണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലാണ് ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലുള്ള തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖവും കൊൽക്കത്ത തുറമുഖമാണ്. അപ്പോൾ ഈ കൊൽക്കത്ത തുറമുഖത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ ഹാൽഡിയ തുറമുഖം. അപ്പോൾ ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. അങ്ങനെയെങ്കിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. ഈ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കാം. കേരളത്തിൻ്റെ സ്ഥാനം 12ആണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 12ആണ്. വേറൊരു ചോദ്യം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേര്, പഴയ പേരൊക്കെ ആയിരുന്നു, ഡംഡം എയർപോർട്ട് എന്നാണ് ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇന്ദിരാ ആവാസ് യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇതൊരു ഭവന നിർമ്മാണ പദ്ധതിയാണ്. ഇന്ദിരാ ആവാസ് യോജന എന്താണ്? ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് ഇന്ദിരാ ആവാസ് യോജന. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1985 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതി ആരംഭിച്ചത്. എന്നാൽ നിലവിൽ ഈ പദ്ധതി ഇല്ലെന്നല്ല, അതിൻ്റെ പേര് മാറ്റി. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ദിരാ ആവാസ് യോജന IAY എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ പേര് മാറ്റി PMAY എന്നാക്കി. ഇപ്പോൾ ഇതിൻ്റെ പേര് PMAY എന്നാണ്. അതിൻ്റെ പൂർണ്ണരൂപം പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന എന്നതാണ്. മറ്റൊരു ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഇപ്പോൾ നിലവിൽ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അങ്ങനെയെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? HL ദത്തുവാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. HL ദത്തു. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലി പർവ്വതനിരയിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സുഖവാസ കേന്ദ്രമാണ്. അപ്പോൾ രാജസ്ഥാനിലെ പ്രശസ്തമായ സുഖവാസ കേന്ദ്രമാണ്
മൗണ്ട് അബു എന്ന് പറയുന്നത്. ഈ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വത നിരകളിലാണ്. കൂടുതൽ മുൻവർഷ ചോദ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.